ഹായ് ഫ്രണ്ട്സ്, മൈസൂരിലെ ദസറയുടെ ഭാഗമായിട്ടുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം മൈസൂർക്ക് പോയി. ഒരു 5:40 ഒക്കെ ആയപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോ എടുത്ത് പാലസിൻ്റെ അടുത്തെത്തി കേട്ടോ. പാലസിൻ്റെ മുമ്പിൽ വരെയും ഓട്ടോയൊന്നും പോകില്ല, കാരണം വാഹന നിയന്ത്രണം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നടക്കേണ്ടി വന്നു. അപ്പോൾ നടന്നു പോകുമ്പോഴുള്ള വ്യൂസ് ആട്ടോ ഇതൊക്കെ. കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട്. പിന്നെ അതാ ഇതുപോലെയുള്ള കുതിര സവാരിയൊക്കെ നടത്തുന്നുണ്ട്. ഇതൊക്കെ രാത്രി ആകുമ്പോഴത്തേക്കും ലൈറ്റൊക്കെ കത്തണം കേട്ടോ. ആ കുതിര വണ്ടിയൊക്കെ നല്ല അതിമനോഹരമായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ കണ്ടായിരുന്നു അതൊക്കെ. പിന്നെ ഇതുപോലെയുള്ള വേഷധാരികളും പിന്നെ എന്താ പറയുക കച്ചവടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഫെസ്റ്റിവൽ മൂഡല്ലേ 10 ദിവസം മൈസൂരിൽ. അപ്പോൾ കുറേ കാലത്തെ ഒരു ആഗ്രഹമാണ് മൈസൂരിൽ ഇങ്ങനെ ദസറ ടൈമിൽ പോകണമെന്ന്. അപ്പോൾ അത് ഇന്നലെ സാധിച്ചു. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് എല്ലാവർക്കും. സാധാരണ മൈസൂരിലൊക്കെ പോകാറുണ്ട്, പക്ഷേ ദസറ ടൈമിൽ ഭയങ്കര റഷായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകാറില്ല, സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യാറ്. പക്ഷേ ഇത്തവണ ഞാൻ വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു തന്നെ നിങ്ങളെയൊക്കെ കാണിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ പോയെ. ഇത് മെയിൻ എൻട്രൻസിൻ്റെ സൈഡ് ഡോറിൽ കൂടിയാണ് ആളുകളെ കടത്തി വിടുന്നത്. സെക്യൂരിറ്റി ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെറിയ ഡോറിൽ കൂടി ഇടിച്ച് എന്താ പറയുക തിക്കിത്തിരക്കിയാണ് ഞങ്ങളെല്ലാവരും അകത്ത് കയറിയത്. അകത്ത് അതിമനോഹരമായിരുന്നു കേട്ടോ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ പാലസിൽ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞൊരു 6:30 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പാലസിൻ്റെ ലൈറ്റ് തിളങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിപ്പോയി ആ കാഴ്ച. എന്തുകൊണ്ടോ ആ കാഴ്ച എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്നായിപ്പോയി അത്. അതുകൊണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വ്യൂസാണ് ഇതിൽ കാണുന്നത്. ഏതാണ്ട് എന്താ പറയുക 1,00,000-ഓളം ബൾബുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞത്. വൈകിട്ട് 7 മണി തുടങ്ങി 10 മണി വരെ ഈ ലൈറ്റിങ് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് 10 ദിവസം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പ്രകാശപൂരിതമായ കൊട്ടാരത്തിൻ്റെ മുന്നിലായിട്ട് സംസ്ഥാനത്തിൻ്റെ സാംസ്കാരികതയും മതപരവുമായിട്ടുള്ള വിവിധ നൃത്തങ്ങൾ, സംഗീതം, സാംസ്കാരിക പരിപാടികൾ ഒക്കെ നടക്കും കേട്ടോ. അതിൻ്റെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ഇസ്കോൺ ടെമ്പിളിൻ്റെ വക ഭജൻസൊക്കെ നടക്കുകയായിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിരുന്നു. ആളുകളൊക്കെ ഇങ്ങനെ ഭജൻസൊക്കെ ചൊല്ലിയിട്ട് ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും ജനത്തിരക്ക്. എല്ലാവരും തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണ തിരക്കിലും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറണമൊന്നുമില്ല. തിക്കി കൂട്ടിയൊക്കെയാണ് ഞങ്ങൾ അങ്ങോട്ടേക്കത് പാസ് ചെയ്തത്. അതിനുശേഷം അവിടെ ഇങ്ങനെ വലിയ പന്തലിട്ടിട്ട് ചെയറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിരുന്ന് ഈ പ്രോഗ്രാം കാണാം കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ചെയറിലിരുന്ന് ഭജൻസൊക്കെ കേട്ട് പോരുകയുണ്ടായേ. ഞങ്ങൾക്ക് 9 o'clock ട്രെയിൻ. അപ്പോൾ അത് കാരണം വേഗം പോന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ആഘോഷങ്ങളുടെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് 1914 വേൾഡ് വാറിൻ്റെ ടൈമിലാണ്. ആ സമയത്ത് കൃഷ്ണരാജ വാഡിയാർ രാജാവ് ബ്രിട്ടീഷുകാരുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഗുണ്ടു മുനീശ്വര ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അതായത് ബ്രിട്ടീഷുകാർ ജയിക്കുകയാണെങ്കിൽ തൻ്റെ സൈന്യവും പ്രജകളും കൂടിയിട്ട് മൂർത്തിയെ തോളിലേറ്റിയിട്ട് നടക്കാമെന്ന ഒരു പ്രതിജ്ഞ എടുക്കുകയുണ്ടായി. അങ്ങനെ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ജയിക്കുകയും ചെയ്തു. രാജാവ് അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്തു. തിരിച്ചു പോരുമ്പോൾ ഏതാണ്ട് രാത്രി ആയിരുന്നല്ലോ. അപ്പോൾ റോഡിലൊക്കെ നിറച്ച് ലൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് അന്ന് ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലൈറ്റിംഗ് കണ്ട പോലെ
അതുപോലെ ഒരു പ്രതീതി തന്നെ ആയിരുന്നു കേട്ടോ മൈസൂരിൽ. എല്ലാ ബിൽഡിങ്ങുകളും ഒക്കെ ലൈറ്റിലായിരുന്നു അലങ്കരിച്ചിരുന്നത്. ഇത് 10 ദിവസത്തോടു കൂടി ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ തീരും. പിന്നെ ട്രാഫിക്കും ഭയങ്കരമായിരുന്നു കേട്ടോ. എല്ലാവരും തന്നെ ഇത് കാണാൻ വേണ്ടി വരുന്നതാണല്ലോ. കാറിന് പറ്റാവുന്നവരൊക്കെ കാറിന് വരും, അല്ലാത്തവരൊക്കെ ട്രെയിനിന് വരും. അപ്പോൾ കാറിനൊക്കെ ഒത്തിരി പേര് വരുമ്പോൾ റോഡൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ആവുമല്ലോ. ഞങ്ങൾ ഓട്ടോയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഒരു 8:30 ഒക്കെ ആയപ്പോൾ എത്തിയിട്ടാ. അപ്പോൾ അങ്ങനെ ഇത്തവണത്തെ മൈസൂർ ദസറയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം തോന്നി ഞങ്ങൾക്ക്.